എനിക്ക് ഇപ്പോൾ മോഹൻലാലിനെ താങ്ങി പിടിച്ച് നടന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. എനിക്കത് ചെയ്തില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഞാൻ ജീവിക്കുന്നത് എൻ്റേതായിട്ടുള്ള ലൈനിലാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള വരുമാനങ്ങളുണ്ട്. ഞാൻ അദ്ദേഹത്തെ വെച്ച് ജീവിക്കുന്നില്ല, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പലരും പറഞ്ഞു മോഹൻലാൽ സിനിമ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ് ഒരു പോസ്റ്റ്മോർട്ടം നടന്നു. ആന്റണി പെരുമ്പാവൂർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന്? സ്ക്രിപ്റ്റ് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റ് വായിച്ചു. ഇതല്ലാതെ പടം കണ്ടിട്ടുള്ളത് ഒരിടത്തും ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പം അതങ്ങ് വിട്ടേക്കും. ഞാനിപ്പോഴും പറഞ്ഞു ലാൽ പടം കണ്ടിട്ടില്ല, വിട്ടേക്ക്. ആ പടം കഴിഞ്ഞ് അവർക്ക് അതുകൊണ്ട് കുറച്ച് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പടം കുഴപ്പമില്ലാതെ ഒരാഴ്ച കളക്ട് ചെയ്തിട്ടങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ അതിനകത്ത് പിന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, മേജർ രവി എൻ്റെ മോൻ്റെ പടം കൊള്ളൂല എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പറയുന്നുണ്ട് ടെക്നിക്കലി ഈസ് ഡൺ എ ഗുഡ് ജോബ്. ബട്ട് പടം കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് ഇമ്മീഡിയറ്റ്ലി എനിക്കത് പറയാൻ പറ്റില്ല, ഇതിനകത്ത് വേർ ഇസ് എ ബ്ലഡി പ്രോബ്ലം എന്ന്. ബിക്കോസ് കാറ്റഗറിക്കലി തുടക്കത്തിലുള്ള ആ സംഭവങ്ങൾ കാണിക്കാതെ നീ നടുക്കുന്നെങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ, തുടക്കമുള്ളത് 10-20 വർഷമായി. ഇന്ന് കാണുന്ന പിള്ളേർ 20 വർഷത്തിൻ്റെ പിള്ളേർ കാണുന്ന ഇതാണ്. ഓ ഇങ്ങനെയാണോ? സോ യു ഹാവ് ഒരു സൈഡിൽ ഫുൾ ഫാക്റ്റ് കാണിക്കാതെ, ഇല്ലെങ്കിൽ നിങ്ങൾ ട്രെയിൻ തൊട്ടിട്ടങ്ങ് തുടങ്ങിക്കോ. എങ്കിൽ പിന്നെ അതിന് യാതൊരു പ്രശ്നമില്ല. അങ്ങനെയൊക്കെ പോയിക്കോട്ടെ. അവിടെ ഇല്ല, കാണുന്ന മുഴുവൻ ക്രൗഡായിട്ടാണ് വരികയാണ്, തൃശ്ശൂലം വരുന്നു കൊണ്ട്. അപ്പം എന്തായി, നിങ്ങളൊരു പെർട്ടിക്കുലർ കാറ്റഗറീനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. ഇത് സിനിമ കണ്ടിറങ്ങുന്ന വഴിക്ക് ഞാനൊരു സിനിമക്കാരൻ, എനിക്കത് പറയാൻ പറ്റുമോ? ഉണ്ടാതിരുന്നു എല്ലായിടത്തും നിന്ന്. പക്ഷെ പിന്നെ വരുന്നത് ഉച്ചയാകുമ്പോഴത്തേക്ക് കൈവിട്ട് പോയിരിക്കുന്നു സംഭവം. ജനങ്ങളതെല്ലാം മനസ്സിലാക്കില്ലേ? അപ്പോൾ അവർ പറയുന്ന സമയത്ത് എന്നിട്ടും ഞാൻ അതിനെക്കുറിച്ചൊന്നും വലിയ സംഭവമൊന്നും പറഞ്ഞില്ല. എനിക്കിതുണ്ടായിരുന്നു മോഹൻലാൽ പടം കണ്ടിട്ടില്ല എന്നുള്ളത്. കാരണം എനിക്കറിയാം ആ മനുഷ്യൻ കണ്ടിട്ടില്ല. ഒബ്വിയസ്ലി, ബിക്കോസ് ഞാനിത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ലാലിൻ്റെ അടുത്ത് ഇത്രേ പറഞ്ഞുള്ളൂ, എന്ത് തന്നെ ആയാലും ശരി, ആര് തെറി വിളിച്ചാലും ശരി, ഐ നോ യു. സോ അതുകൊണ്ട് ഇതൊരു മണ്ടത്തരം പോലെ ആയിട്ടുള്ളത്, അതെൻ്റെ ആ ഒരു അൺഹാപ്പിനെസ്സോ അല്ലെങ്കിൽ അതൊന്നും നമ്മുടെ കൺസേൺ അല്ല. പക്ഷേ മോഹൻലാലിനെ പീപ്പിൾ വർ അറ്റാക്കിങ് ഫോർ നോ റൈം ആൻഡ് റീസൺ. സോ ഐ ടുക്ക് ദാറ്റ് അറ്റാക്ക്. എന്നെ എല്ലാവരും കൂടെ പൊങ്കാലിട്ട് നിന്ന് എയറിൽ കയറി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറും, ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങും. ഞാൻ അങ്ങനെ കയറിയിട്ട് ഇറങ്ങിയിട്ടിരിക്കുന്നൊരു വ്യക്തിയാണത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പ്രശ്നമല്ലത്. അപ്പം ഞാൻ തന്നെത്താൻ കയറുകയും ചെയ്യും, തന്നെത്താൻ ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ആ കയറിയത് ഇറങ്ങിയത് എവിടെയായിരുന്നു? പേൽഗാം വിഷയം വന്നപ്പോൾ നേരെ ഇറങ്ങി എല്ലാവരും തോളത്ത് കയറ്റിക്കൊണ്ട് നടക്കുകയാണ്, പിടിക്കുകയാണ്. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് മുകളിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെവലിലായിരുന്നു ഞാൻ നിന്നത്. കാരണം പേൽഗാം വിഷയിൽ എന്തായിരുന്നു, ഒരു പോയിന്റ് ഞാൻ പറഞ്ഞാണ് ജനങ്ങൾ ശരിക്കിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ പറഞ്ഞ കറക്റ്റല്ലേ എന്ന്. അവിടെ ഒരു പോയിന്റ് നിങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിപ്പം 23-23 തീയതി കാലത്തായിരുന്നു ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. നിങ്ങൾ പറഞ്ഞു ഇവിടെ തുണി പൊക്കി കൽമ ചൊല്ലിപ്പിച്ചു ഇതെല്ലാം. സോ വാട്ട് യു മീൻ ബൈ ദാറ്റ്? ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊന്നു. വളരെ ഹാപ്പി. വിച്ച് പാകിസ്ഥാനി വിൽ ഡൂ ദിസ്? പാകിസ്ഥാനിക്ക് ഇവിടുത്തെ ഇന്ത്യക്കാരും മുസ്ലിങ്ങളും മരിച്ചാലും ക്രിസ്ത്യൻസ് മരിച്ചാലും ഹിന്ദു മരിച്ചാലും അവരെ സംബന്ധിച്ചുള്ള ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. ഇത് കീർച്ചക്രയിൽ ഞാൻ പറഞ്ഞ ഡയലോഗാണ്. ഇതാണ് അവരുടെ ഫാക്റ്റ്. അവർക്ക് ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിംസിനോട് ഒരു സിമ്പതിയില്ല, ഇവിടെയുള്ള ആളുകൾക്ക് അങ്ങോട്ടുള്ളതുപോലെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഈ ഒരു സമയത്ത് വന്നിട്ട് കൽമ ചൊല്ലിപ്പിച്ചു, അല്ലെങ്കിൽ ഹിന്ദു ആണോ മുസ്ലിമാണോ മുണ്ട് പൊക്കി എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. മുണ്ട് പൊക്കാൻ അവരെല്ലാവരും പാൻറ്റിലായിരുന്നു. അപ്പോൾ അതൊന്നും പൊക്കാനൊന്നും പറ്റില്ല, താഴത്തേക്കാക്കാനേ പറ്റുള്ളൂ. ഇതാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എന്തിനു മിലിറ്റൻസ് ചോദിച്ചു? ബിക്കോസ് ഇന്ന് ബോർഡറിൽ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇവിടെ ഹിന്ദു മുസ്ലിം റൈറ്റ്സ് ഉണ്ടാക്കിയാൽ, അവിടെ ഈ ഒരു യുദ്ധത്തിൽ ഇപ്പം ടോട്ടൽ ആ പെൽഗാമിൻ്റെ യുദ്ധത്തിനകത്ത് മരിച്ചു പോയിരിക്കുന്ന 25-26 ആൾക്കാരാണ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കി ഇവിടെ ആയിരങ്ങൾ മരിച്ചു പോകും. ഇതാണ് അവൻ ടാർഗറ്റ് ചെയ്തത്. സോ മൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞു. ഇത് ഒരു ചർച്ചാ വിഷയമായി മാറി. ഇതോടെ ഞാൻ താഴത്തേക്ക് ഇറങ്ങി, റോട്ടിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ സത്യാവസ്ഥയാണ് പറയുന്നത്. ഞാൻ ആ സത്യമല്ലാത്ത എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അവരെന്നെ ഇടത്തന്നെ നിർത്തുക. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇയാൾ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ആദ്യം അവിടെ കയറി. അതാരാണ്?
മോഹൻലാൽ ഫാൻസ് എന്നും പറഞ്ഞ് കിടക്കുന്ന വെറും ഒരു എന്നാൽ അതിൽ യഥാർത്ഥ ഫാൻസിന് കാര്യങ്ങൾ അറിയാം. ഇത് വെച്ച് ജീവിക്കുന്ന ഒരു 10, 12, 15 ആൾക്കാരുണ്ട്. ഇവന്മാർ പറഞ്ഞു എന്നാൽ ഇവരിൽ അതല്ലേ പറഞ്ഞ് ഇവർക്ക് എന്നെ മനസ്സിലാക്കാൻ ഇനി സാധിക്കില്ല. ഇവരൊരു ഫാനിൻ്റെ വെറുതെ ആനപ്പുറത്തുനിന്ന് വീണിട്ട് പിന്നെ നട്ടൽ ഒടിഞ്ഞിട്ട് കിടക്കായിരുന്നു. അവരുടെ ലിസ്റ്റ് എടുത്ത് നോക്ക്, ആരാണ് ടോട്ടൽ ഏറ്റവും അധികം ഡൊണേഷൻ കൊടുത്തത്. അത് മേജർ രവിയാണ്. ബാക്കിയൊക്കെ 5000, 2000 കൊടുക്കുന്നത്. ഞാൻ 50,000 എഴുതിയും കൊടുത്തു. അതോടെ മോഹൻലാൽ ഫാൻസിന് ഉണ്ടായിരുന്നു. അതൊന്നും അറിഞ്ഞിട്ടില്ല. അതൊരു പാവപ്പെട്ട നമ്പൂരി, അതിന് കഴിവില്ല. ഇവൻ മോഹൻലാൽ ഫാൻസിൻ്റെ വലിയൊരു ഹാർഡ് കോർ ഫാനാണ്. ആനപ്പുറത്തുനിന്ന് താഴത്തേക്ക് വേണം. നമ്മളവിടെ ആ സമയത്തൊക്കെ വിമാനം എന്നെ എയർഗേറ്റ് നിർത്തിയിരിക്കുകയാണ്. ഇയാളാണോ ആരാണ് മോഹൻലാലിന് വേണ്ടി സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവനറിയോ ഞാൻ ആരാണെന്നുള്ളതും ഞാനും മോഹൻലാലും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതും വിവരമുണ്ടായിരുന്നെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബിക്കോസ് എനിക്കിതിൽ വല്ലതും കിട്ടാനുണ്ടോ? അപ്പം അത് ഇനിയും ഈ ഫാൻസ് മനസ്സിലാക്കിയാൽ നിങ്ങളെപ്പോലെ മൂപ്പരൊരു പടം വരുമ്പോൾ 10 ടിക്കറ്റ് കിട്ടി. എനിക്കതൊന്നും വേണ്ട. മോഹൻലാലിന് വേണ്ടിയിട്ട് യെസ്, അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരാളെ ഇഷ്ടപ്പെടുകയാണ്. ആ വ്യക്തി ചില ക്വാളിറ്റീസ്. ഇപ്പം നരേന്ദ്രമോദിജി എന്ന് പറയുന്നത് നിങ്ങൾ ഏത് പാർട്ടിക്കാരാണെന്നുള്ളത് എനിക്കറിയില്ല. ഐ വിൽ ഡൈ ഫോർ ഹിം ബിക്കോസ് ഈസ് എ നോൺ കറപ്റ്റഡ് കമ്മിറ്റഡ് പേഴ്സൺ. രാജ്യത്തിന് വേണ്ടിയിട്ട് ഓടുന്നു, ഫ്ലൈറ്റിൽ പോകുന്നു. ഒരു പ്രധാനമന്ത്രിയാണ്, ഇതൊക്കെ ചെയ്യുമായിരിക്കും. അതിന് നിങ്ങൾ എന്ത് ക്രിറ്റിസിസം വേണമെങ്കിൽ ചെയ്തോ. യെസ്, ഐ വിൽ ഡൈ ഫോർ ഹിം. അപ്പോൾ അതുപോലെ തന്നെ എനിക്കൊരു മോഹൻലാൽ എന്നുള്ളത് എൻ്റെ മനസ്സിനകത്ത്. ഇപ്പം മമ്മൂക്കയ്ക്ക് ഇപ്പോൾ സുഖമില്ലാതിരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിട്ടുള്ളൊരു സംഭവമാണ് അത്. മമ്മൂക്ക ഇതായിപ്പോയി എന്നുള്ളത്. കാരണം മമ്മൂക്കയായിട്ട് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് വയ്ക്കുന്ന ആളാണ്. കാരണം എന്താ പറയുക, വയസ്സ്, ആ റെസ്പെക്റ്റ്. മോഹൻലാലിനെ പോലെ എനിക്ക് പോയിട്ട് കളിതമാശ പറയാൻ പറ്റില്ല. അതവിടെ വരുന്ന സമയത്ത് ആയിക്കാം. പക്ഷെ അദ്ദേഹത്തിന് സുഖമില്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ചിലവന്മാർ ക്രിറ്റിസൈസ് ചെയ്തപ്പോൾ ഐ റിയലി ഫെൽറ്റ് ബാഡ്. ഐ ഷൗട്ടഡ്. അപ്പോൾ എൻ്റെ ചില ലൈക്കിങ്ങും ഡിസ്ലൈക്കിങ്ങും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അതിനിപ്പോൾ നിങ്ങളെന്നെ ഏറെ കയറ്റ് വെള്ളത്തിൽ താത്ത് എന്ന് വേണമെങ്കിൽ ചെയ്തു. എനിക്ക് എന്തും ബാധിക്കുന്നുണ്ടോ? ഒന്നും ബാധിക്കുന്നില്ല. കാരണം ഇവർ ആരും ചിലവിലല്ല ഞാൻ ജീവിക്കുന്നത്. സിനിമയില്ലേ എങ്കിലും എനിക്ക് ജീവിക്കാൻ സാധിക്കും. നല്ല പെൻഷനുണ്ട്. ഈ മിലിറ്ററി സർവീസ് കഴിഞ്ഞിട്ട് സിനിമയിലോട്ട് വന്നില്ലേ, അതെങ്ങനെയാ? ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? അത് എങ്ങനെ സംഭവിച്ചത്? സിനിമ എനിക്ക് കുട്ടിക്കാലം മുതൽക്കേ ഉണ്ട്. എനിക്ക് ഏറ്റവും അന്നൊക്കെ അസൂയുണ്ടായിരുന്നു നസീർ ഖാനോട് ഭയങ്കര അസൂയായിരുന്നു. കാരണം ഹീറോയിൻസിനൊക്കെ കെട്ടിപ്പിടിച്ച് പാട്ടൊക്കെ പാടിയിട്ട് നടക്കുന്നു. ഈ ചങ്ങായി ഇത് പറ്റും, നമുക്കൊന്നും പറ്റും. സത്യൻ സാറ്, മധു സാറ്, ഇവരൊക്കെ കാണുമ്പോൾ നമുക്കും പിന്നെ ഇങ്ങനെ അന്താളിച്ചിരുന്ന് നോക്കിയിട്ട് സ്ക്രീനിൽ. പലപ്പോഴും ഞാൻ പട്ടാമ്പി മിനർവ തിയേറ്ററിൻ്റെ പുറകിലൊക്കെ മണലിലാണ് ഇരിക്കുക. 10 പൈസക്കുള്ള ടിക്കറ്റ്. ആ സ്ക്രീനിൻ്റെയൊക്കെ പുറകിൽ പോയി നോക്കും. ഇതൊക്കെ എവിടുന്ന ഇവർ വരുന്നത്. അങ്ങനെ തുടങ്ങിയ സിനിമാ ഭ്രാന്താണ്. ആ സിനിമാ ഭ്രാന്ത് എന്നെ ഒരു ഹിറ്റ് ഫിലിം മേക്കറാക്കിയിട്ട് കീഴ്ചക്രയിൽ കൂടെ വരാൻ സാധിച്ചെങ്കിൽ അന്നത്തെ പാഷനായിരിക്കും അത്. ഇതെന്താണ്? ഇതൊരു മിഥ്യയല്ലേ? ഇതെന്താണ് ഈ ലോകം? സത്യം പറഞ്ഞാൽ ഡയറക്ഷൻ എന്നുള്ള എനിക്ക് പേടിയായിരുന്നു. ഇങ്ങനെ ചെയ്യൊരു മനുഷ്യൻ എന്നുള്ള വിചാരിച്ച ആൾ അതിലേക്കും ചെന്ന് പെടുകയാണ്. കീർത്തിചക്ര സ്വാഭാവികമായിട്ട് മിലിറ്ററിയിൽ ചെന്നപ്പോൾ നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ സുന്ദരനാണല്ലോ, അപ്പോൾ അഭിനയിക്കാം. ഇതാണ് എൻ്റെ അഹങ്കാരം ഉണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്ത ശരീരം, ഇതെല്ലാം. പിന്നെ ഡ്രാമ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കോമഡികളൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്തിരുന്ന മിലിറ്ററിയിലാണെങ്കിലും സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നടൻ എന്നുള്ളതാണ് എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നത്. പുറത്ത് വന്നപ്പം പ്രിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. പ്രിയേട്ടൻ വല്ല ചെറിയ റോളുകളിലൊക്കെ തരും. അപ്പോൾ മൂപ്പരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവൻ നടനാണെന്നുള്ളത്. പിന്നെ മോഹൻലാൽ അഭിനയിക്കുന്ന പോലെ ഇവിടെ തന്നെ വാ, ഇവിടെ ചെറിയ റോളുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആർക്കും നമുക്ക് അങ്ങനെയുള്ളൊരു ബ്രേക്ക് സിനിമയിൽ കിട്ടുന്നില്ല. അപ്പോഴാണ് പ്രിയേട്ടൻ നീ അസിസ്റ്റൻ്റായിട്ട് പോകാമെന്നും പറഞ്ഞ് ഞാൻ ആഡുകളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് 100 ചില്ലാനം ആഡ് ഒറ്റയ്ക്ക് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. വലിയ ആഡുകൾ. ഒരു 10-20 ആഡ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്റ്റോറി ബോർഡ് കിട്ടുമ്പോൾ രാത്രി ഇരുന്നിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്യും. നാളെ പ്രിയേട്ടൻ ഇതാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ എൻ്റെ പോക്കറ്റിൽ വയ്ക്കും. പിറ്റേ ദിവസം കറക്റ്റ് പോയി കഴിഞ്ഞാൽ ചെന്ന വഴിക്ക് പ്രിയേട്ടൻ ട്രാക്ക് ഇടണോ ഫസ്റ്റ് ഷോട്ടിന്?
അപ്പോൾ നമുക്ക് കറക്റ്റ് ഞാനിതിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ഷോട്ട് പ്രിയേട്ടൻ ചിലപ്പോൾ ട്രാക്ക് ഇടിപ്പിക്കും, അല്ലെങ്കിൽ ജിമ്മിയെ. അങ്ങനെ വന്നപ്പോൾ ഇത് കുഴപ്പമില്ല, ഈ സംഭവം നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. അതവിടെ നിന്നു. പിന്നെ ഈ സിനിമ കീർത്തിചക്രയും കൊണ്ടിട്ട് ഞാൻ 2000 തൊട്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ തോന്നി, ഇത് മോഹൻലാലിനോട് പറഞ്ഞാൽ എങ്ങനെ. അങ്ങനെയാണ് സ്ക്രിപ്റ്റ് അവിടെ നിന്ന് എടുത്ത് പൊടിയും തട്ടി മദ്രാസിൽ നിന്ന് വണ്ടി എടുത്ത് വന്ന് കാഞ്ഞങ്ങാട് പോയിട്ട് കഥ പറയുന്നു. അപ്പം തന്നെ ഡേറ്റും കിട്ടി. ഡേറ്റ് കിട്ടിയപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ, ഇനിയിപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്നുണ്ട്, കഥ പറഞ്ഞു. ഇനിയിപ്പോൾ ഇതെന്തായി, ടെൻഷനായി. പിന്നെ ഷൂട്ട് ചെയ്തു. നമുക്ക് തോന്നിയത്, നിങ്ങൾ പലപ്പോഴും പറയും മറ്റേ സിനിമയുടെ 180 ഡിഗ്രി അത് ക്രോസ് ചെയ്യാൻ പാടില്ല, ലെഫ്റ്റ് റൈറ്റ് മാറിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ഞാൻ അങ്ങനെയുള്ള കൺവെൻഷൻ ഒന്നും നോക്കിയിട്ടില്ല. എനിക്ക് ഇത് ഇങ്ങനെ ഓക്കെ, ഈ ഫ്രെയിമാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് എൻ്റെ ജനങ്ങൾ കാണേണ്ടതെന്ന് പറഞ്ഞപ്പം അത് കറക്റ്റ്. നിങ്ങൾ ഇനി പടം ഇരുന്ന് കാണണം. ഞാൻ അൺകൺവെൻഷണൽ വേയിൽ ഞാൻ ആ പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട് 4-5 സ്ഥലങ്ങൾ. നിങ്ങൾക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല. എമ്പുരാന് ശേഷം പൃഥ്വിരാജുമായിട്ട് നോ, പൃഥ്വിരാജായിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വലിയ ടച്ചിലൊന്നുമില്ല. ഞങ്ങൾ ആ പടം കഴിഞ്ഞതിന് ശേഷം വല്ലപ്പോഴേക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കാന്നുള്ളതല്ലാതെ പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ ഡിസ്കഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അന്നുണ്ടായിട്ടില്ല.